തിരുവിളയാടൽ പുരാണത്തിലെ മറ്റൊരു കഥയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സുന്ദരേശദേവൻ ഒരു പക്ഷിക്ക് സാരൂപ്യമുക്തി കൊടുത്ത കഥയെക്കുറിച്ചിട്ടാണ് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിമാരോട് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷിക്ക് പോലും മോക്ഷം കൊടുക്കാൻ, സായുജ്യം കൊടുക്കാൻ ഭഗവാൻ സുന്ദരേശൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ കഥ പറയേണ്ടതുണ്ടോ എന്നാണ് ഇവിടെ അഗസ്ത്യ മഹർഷി ചോദിക്കുന്നത്. അതായത് ഒരു സാധാരണ പക്ഷി, വിശേഷബുദ്ധി ഒന്നുമില്ലാത്ത പറന്നു നടക്കുന്ന ഒരു പക്ഷിക്ക് സുന്ദരേശൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുകയും അങ്ങനെ സുന്ദരേശദേവൻ ആ പക്ഷിയെ തന്നോടൊത്ത് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം സത്യത്തിൽ വളരെയേറെ ദുർലഭമാണ്. ആ കഥയാണ് അഗസ്ത്യമുനി ഇവിടെ തൻ്റെ കൂടെയുള്ള മുനിമാരോട് പറയുന്നത്. അതായത് ഒരു വനത്തിലൊരു തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ നിറയെ മത്സ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മത്സ്യങ്ങളെ കൊത്തിത്തിന്ന് ജീവിക്കുന്ന ഒരു പക്ഷി അവിടെ ഉണ്ടായിരുന്നു. വെള്ളിൽ പറവ എന്ന ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണത്. പൊന്മാൻ എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതേപോലെയുള്ള ഒരു പക്ഷിയാണ് ഈ വെള്ളിൽ പറവ. ശരാരി എന്നാണ് അതിനെ സംസ്കൃതത്തിൽ വിളിക്കുന്നത്. ഈ വെള്ളിൽ പറവ അവിടെയുള്ള മത്സ്യങ്ങളെയെല്ലാം കൊത്തിത്തിന്ന് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ വരൾച്ച ആ പ്രദേശത്തുണ്ടാകുകയും ഈ തടാകത്തിലെ വെള്ളം മുഴുവനും വറ്റിപ്പോവുകയും ചെയ്തു. അങ്ങനെ വറ്റി വരണ്ട ഈ തടാകത്തിലെ മത്സ്യങ്ങളെല്ലാം ചത്തുപോയി. ഭക്ഷണം കിട്ടാൻ മറ്റ് യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് മറ്റൊരു തടാകം തേടി ഈ വെള്ളിൽ പക്ഷി പറന്ന് നടക്കുമ്പോൾ ഒരു കാട്ടിൽ ഇതേപോലെയുള്ള മറ്റൊരു സ്ഥലത്ത് തടാകം കണ്ടു. ആ തടാകത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ട്. ചെറുതും വലുതുമായ വലിയ വലിയ മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ മത്സ്യം ആ തടാകത്തിൽ ജീവിക്കുന്നു. അവിടെ മുനിമാർ സാധാരണയായി സ്നാനം ചെയ്യാൻ വരാറുണ്ട്. അതിന് അടുത്ത് തന്നെ ഒരു അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സത്യതപസ് എന്ന് പറഞ്ഞൊരു യോഗിവര്യൻ താമസിച്ചിരുന്നു. ഈ സത്യതപസ്സിൻ്റെ ശിഷ്യന്മാരാണ് ആ തടാകത്തിൽ കുളിക്കാൻ വരുന്നത്. അങ്ങനെ കുളി കഴിഞ്ഞ് അവർ ചെല്ലും സത്യതപസ്, എന്നിട്ട് പുരാണ കഥകളും അതേപോലെ തത്വജ്ഞാന രഹസ്യങ്ങളും എല്ലാം ഈ മുനികുമാരന്മാരോട് വിവരിച്ച് അവരെ തത്വചിന്തയുടെ ഉന്നതമായ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. ഒരു ദിവസം പറന്ന് ഒരു മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന ഈ വെള്ളിൽ പറവ മുനിമാർ ഈ തടാകത്തിൽ കുളിക്കാൻ വരുന്നത് കണ്ടു. കുളിക്കാൻ വരുന്നത് കണ്ടപ്പോൾ മത്സ്യങ്ങളെല്ലാം കൂടി ആ മുനിമാരുടെ അടുത്തേക്ക് ഓടിയെത്തി. വലുതും ചെറുതുമായ മത്സ്യങ്ങൾ ഈ മുനിമാരുടെ അടുത്ത് തത്തിക്കളിക്കുകയും നൃത്തം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ഈ വെള്ളിൽ പറവ സൂക്ഷിച്ചു. ആ പക്ഷികൾക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ മുനികുമാരന്മാരെ വളരെ സ്നേഹവുമായിരുന്നു. അവരുടെ താടിയിൽ വരെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മത്സ്യങ്ങളുമായുള്ള ചങ്ങാത്തം ഈ മുനിമാർക്കുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ശരാരി പക്ഷി അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ മത്സ്യങ്ങൾ എത്രത്തോളം ഈ മുനിമാരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മത്സ്യങ്ങളുടെ അടുത്ത് നിൽക്കുന്ന മുനിമാരുടെ ആ സ്നേഹവായ്പ് കണ്ടപ്പോൾ ശരാരിക്കും
ഒരു മോഹം തോന്നി, തനിക്കും ഇതുപോലെ ഈ മുനികുമാരന്മാരെ സ്നേഹിക്കണം എന്ന് കരുതി. അങ്ങനെ ആ സമയം ശരാരി പക്ഷി ഒരു പ്രതിജ്ഞ ചെയ്യണം, ഇനി മുതൽ ഞാൻ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല, ഇനി മുതൽ ഞാൻ മറ്റേതെങ്കിലും ഭക്ഷണങ്ങളെ കഴിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആ രംഗം ഹാലാസ്യ മഹാത്മ്യത്തിൽ കവി വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ മത്സ്യങ്ങളെ ഭക്ഷിക്കില്ലെന്ന് ഈ ശരാരി പ്രതിജ്ഞ ചെയ്തു. ബുദ്ധിമാനായവൻ ഒരിക്കലും നിറയാത്ത ഉദരത്തിനു വേണ്ടി അന്യജീവികളെ കൊന്നു തിന്നുകയില്ല. മറ്റ് ജീവികളെ കൊന്നു തിന്ന് സ്വശരീരത്തെ സംരക്ഷിക്കുന്നത് മഹാകഷ്ടമാണ്. അന്യനെ കൊന്ന് എന്തിനാണ് തിന്നുന്നത്? സ്വമാംസത്തെ ഭക്ഷിച്ചെങ്കിലും അവർക്ക് വിശപ്പടക്കിക്കൂടെ എന്ന് ശരാരി പക്ഷി ചിന്തിക്കുകയാണ്. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ശരാരി വിശപ്പ് സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. രാത്രിയായപ്പോൾ അതിൻ്റെ വിശപ്പ് തനിയെ തന്നെ ഇല്ലാതായിത്തീർന്നു. ഇത് കണ്ട് ശരാരി വല്ലാതെ വിസ്മയപ്പെട്ടു പോയി. അടുത്ത ദിവസം നേരം പ്രഭാതമായപ്പോൾ അത് തടാക തീരത്തേക്ക് പോയി തൻ്റെ ബന്ധുക്കളോടൊത്ത് കഴിഞ്ഞു. ആ തടാകത്തിൻ്റെ പടിഞ്ഞാറ് തീരത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ഡപത്തിലിരുന്ന് സത്യതപസ് താപസന്മാർക്ക് പുരാണ സൽക്കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ പക്ഷി കേട്ടു. ഹാലാസ്യ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെയും അവിടുത്തെ സുന്ദരേശ പ്രതിമയെയും കുറിച്ചിട്ടാണ് ഈ സത്യതപസ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഹാലാസ്യ മാഹാത്മ്യം പറയുന്നത് കേട്ട് ശരാരി അത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. സത്യതപസ് ഹാലാസ്യത്തിൻ്റെ മഹാത്മ്യം പിന്നെയും പിന്നെയും പറയുവാൻ തുടങ്ങി. പവിത്രമായ ഹാലാസ്യത്തിൽ ഭഗവാൻ സുന്ദരേശൻ അധിവസിക്കുന്നു. സുന്ദരേശനെ പോലെ കരുണാമയനായി മറ്റാരും തന്നെയില്ല. തപസ്സിൻ്റെ ഫലം വേഗത്തിൽ സിദ്ധിക്കണമെങ്കിൽ മധുരയിൽ ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തന്നെ തപസ്സനുഷ്ഠിക്കണം. മറ്റുള്ളിടങ്ങളിൽ ചെയ്യുന്ന തപസ്സിൻ്റെക്കാൾ വളരെ എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിൽ തപസ്സനുഷ്ഠിക്കുമ്പോൾ ഫലം കിട്ടുന്നതാണ്. മധുരയിൽ വച്ച് തപസ്സനുഷ്ഠിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ഹാലാസ്യത്തിൽ വച്ച് ചെയ്യുന്ന ഹോമം, പൂജ, തപസ് മുതലായവയ്ക്കെല്ലാം വളരെ വേഗത്തിൽ തന്നെ സിദ്ധി ലഭിക്കുന്നു. സർവദേവന്മാരിലും വച്ച് സർവോത്തമനായ ശങ്കരൻ എപ്രകാരമാണോ ശ്രേഷ്ഠനായിരിക്കുന്നത്, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വച്ച് ഹാലാസ്യവും, തീർത്ഥങ്ങളിൽ വച്ച് ഹേമപത്മിനിയും, ലിംഗങ്ങളിൽ വച്ച് സുന്ദരേശലിംഗവും ശ്രേഷ്ഠമാണെന്ന് വിദ്വാൻമാർ പറയുന്നു. ഇത് കേട്ടപ്പോൾ ശരാരി പക്ഷി കോരിത്തരിക്കുകയാണ് ചെയ്തത്. ആ വെള്ളിൽപ്പറവയ്ക്ക് ഇത് കേട്ടപ്പോൾ രോമാഞ്ചമുണ്ടായി എന്നാണ് കവി പറയുന്നത്. ദേവദേവനും ദയാനിധിയും ഭക്തപ്രിയനുമായ ശങ്കരൻ വസിക്കുന്ന മധുരയിലേക്ക് ഈ വെള്ളിൽ പക്ഷി ഉടനെ തന്നെ പറന്നു പോവുകയും ചെയ്തു. അവിടെ എന്നിട്ട് പ്രഭാതത്തിൽ ശരാരി സ്നാനം ചെയ്യുവാനായിക്കൊണ്ട് ഹേമപത്മിനിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. വിശപ്പ് കൊണ്ട് ആർത്തനായ ശരാരിക്ക് തീർത്ഥത്തിലെ മത്സ്യങ്ങളെ കൊത്തിത്തിന്നണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ പ്രതിജ്ഞ ഓർത്തു. മാത്രമല്ല ആ മുനിമാരും അതേപോലെ തന്നെ മത്സ്യങ്ങളും തമ്മിലുള്ള സ്നേഹം അവളുടെ മനോമുകുരത്തിൽ തെളിഞ്ഞ് വന്നതോടുകൂടി അവളുടെ മാംസാഹാരത്തിനുള്ള താല്പര്യം ഇല്ലാതാക്കുകയും ചെയ്തു. അങ്ങനെ ഹാലസ്യനാഥനെ സ്മരിച്ചുകൊണ്ട് അവൾ ആ ഹേമപത്മിനി തീർത്ഥത്തിൻ്റെ തീരത്ത് ഇരുന്നു. ഇപ്രകാരം ചിന്തിച്ച് വിലപിക്കുന്ന ശരാശരിക്ക് ഇനിയൊരിക്കലും ഭാവഭേദമുണ്ടാകാതിരിക്കാൻ വേണ്ടി സുന്ദരേശൻ ഹേമപത്മിനിയെ മത്സ്യാദിജന്തുവിഹീനമാക്കി തീർത്തു. അതിനുശേഷം ഭഗവാൻ ശരാരിക്ക് സാരൂപ്യമുക്തി
നൽകുകയും ചെയ്തു. ഇതാണ് ഈ കഥയിലൂടെ അഗസ്ത്യ മഹാമുനി തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, തൻ്റെ കൂടെയുള്ള മുനിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം നാം മനസ്സിലാക്കണം. അതായത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നുണ്ട്. ഒന്ന്, പക്ഷിക്ക് പോലും ശിവസായുജ്യം കിട്ടാൻ പ്രയാസമില്ല. അതുകൊണ്ട് ശിവസായുജ്യം കിട്ടുക എന്നുള്ളത്, സുന്ദരേശൻ്റെ അനുഗ്രഹം കിട്ടുക, കൃപ കിട്ടുക, അരുൾ കിട്ടുക എന്നുള്ളത് വളരെ വളരെ എളുപ്പമാണ്. പക്ഷികൾക്ക് പോലും അത് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനും വലിയ പ്രയത്നമൊന്നും കൂടാതെ തന്നെ ശിവൻ്റെ അരുൾ, സുന്ദരേശൻ്റെ കൃപ ലഭിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈശ്വരകൃപയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സസ്യാഹാരിയായിരിക്കുക എന്നുള്ളതാണ്. മാംസം ഭക്ഷിക്കാതിരിക്കുക, വെജിറ്റേറിയൻ ആകുക എന്നൊരു തലം കൂടി ഈ കഥയ്ക്കുണ്ട്. ഈ വെള്ളിൽപ്പറവ മാംസം ഭക്ഷിച്ച് മാത്രം ജീവിക്കുന്ന ശരാരിയാണ്. എന്നിട്ടും ആ വെള്ളിൽപ്പറവ അതിൻ്റെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണം. അതിൻ്റെ മത്സ്യത്തിനോടുള്ള അല്ലെങ്കിൽ മാംസത്തിനോടുള്ള ആ താല്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ത്യജിച്ചു കൊണ്ടിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. അങ്ങനെ അത് ത്യജിക്കാൻ കാരണം സ്നേഹമാണ്. മത്സ്യങ്ങൾ എപ്രകാരമാണോ കുമാരന്മാരുടെ താടിയിൽ വരെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് സ്നേഹം കൊണ്ട്, അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മഹാശക്തി മനസ്സിലാക്കുകയാണ്. ശിവൻ്റെ പൊരുളെന്ന് പറയുന്നത് എന്താ? അൻപേ ശിവം. അപ്പോൾ ശിവനെ ആരാണോ ആരാധിക്കുന്നത് അവരെല്ലാവരും തന്നെ വലിയ വലിയ മനുഷ്യ സ്നേഹികൾ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾ കൂടിയായിരിക്കും. അപ്പോൾ ഒരു ശിവഭക്തൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അൻപേ ശിവം എന്നാണ്. എല്ലാത്തിനെയും ശിവമായി കരുതി സ്നേഹിക്കാനുള്ള കഴിവ്. അപ്പോൾ ഒരു മാംസാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവില്ല. കാരണം മറ്റൊരു ജീവിയെ കൊന്നിട്ടാണ് മാംസാഹാരി ഭക്ഷണം കഴിക്കുന്നത്. ഈ വെള്ളിൽപ്പറവ തന്നെ മറ്റ് മത്സ്യങ്ങളെ കൊന്നു തിന്നുകയാണ് ചെയ്യുന്നത്. അത് പാപമാണ്, അല്ലെങ്കിൽ അത് സ്നേഹത്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ. കാരണം എന്താ? മറ്റൊരു ജീവിയെ നശിപ്പിക്കുക എന്നുള്ളത്, കൊല്ലുക എന്നുള്ളത് ഒരു ശിവസ്നേഹിക്ക് ഒരിക്കലും കഴിയില്ല. സ്നേഹിക്കാനാണ് ഈ ശിവസ്നേഹിക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ മത്സ്യമാംസാദി ആഹാരങ്ങൾ കഴിയുന്നതും ത്യജിക്കും. അങ്ങനെ മത്സ്യമാംസങ്ങൾ ത്യജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. മറ്റ് ജീവികളെ കൊല്ലുന്നത് പാപമാണ്, അല്ലെങ്കിൽ അത് സ്നേഹനിരസനമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ സസ്യാഹാരികളായി മാറുന്നത്. അപ്പോൾ ഒരു ശിവസ്നേഹി മിക്കവാറും തന്നെ സസ്യാഹാരിയായിരിക്കും, മാംസാഹാരം ഭക്ഷിക്കാറില്ല. പക്ഷേ ശിവ സന്യാസിമാരുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ അഘോരികളെ സംബന്ധിച്ചിടത്തോളം അവർ മാംസം കഴിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അഘോര സന്യാസിമാർ അവർ ശിവൻ്റെ പിന്തുടർച്ചക്കാരാണ്. അവർ മാംസം കഴിക്കുന്നുണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു അഘോരി ഒരിക്കലും മാംസാഹാരത്തിൽ താല്പര്യം കാണിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു ശിവൻ്റെ പിൻഗാമിയാണോ, ശിവസ്നേഹിയാണെങ്കിൽ അൻപേ ശിവം എന്നുള്ളതാണ് അയാളുടെ ഹൃദയപത്മത്തിൽ കൊത്തിവച്ചിരിക്കുന്ന വേദമൊഴി. ആ വേദമൊഴി അനുസരിച്ച് അയാൾ തീർച്ചയായിട്ടും സസ്യാഹാരിയാകാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ അഗസ്ത്യ മഹാമുനി പക്ഷികൾക്ക് പോലും മോക്ഷം നൽകാൻ തയ്യാറാകുന്ന സുന്ദരേശ ദേവനെയാണ് ഈ കഥയിലൂടെ ആവിഷ്കരിക്കുന്നത്. നമുക്കൂടി ഒരു പ്രചോദനമാണ്. എന്തെന്നാൽ ഇവിടെ ശിവൻ
നമ്മളെ പെട്ടെന്ന് വന്ന് അനുഗ്രഹിക്കും. ആ തപസ്സിൻ്റെ തീവ്രത അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനെ പോലും ശിവസ്നേഹത്തിലേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. ഓം ശിവായ നമഃ.